ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമായിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ മോയ്സ്ചറൈസർ മിസ്റ്റേക്ക് ആണ് നമ്മുടെ എൻവയോൺമെന്റിനനുസരിച്ച് നമ്മൾ മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്യാത്തത്. എനിക്കറിയാം, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ എൻവയോൺമെന്റ് എവിടെ നിന്ന് കയറി വന്നത്? പണ്ട് നമ്മുടെ ഹെയറിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഹെയറിന്റെ ടൈപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ സ്കാൽപ്പ് ടൈപ്പ് അനുസരിച്ച് നമ്മുടെ ഷാമ്പു ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സ്കാൽപ്പിന്റെ ടൈപ്പ് എൻവയോൺമെന്റ് അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. എക്സാക്ട്ലി സെയിം നമ്മുടെ സ്കിന്നും എൻവയോൺമെന്റിന് അനുസരിച്ച് ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങളൊരു ഹ്യൂമിഡ് സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റഡ് സൺസ്ക്രീൻ തന്നെ മതി. കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീനകത്ത് ഇനഫ് ഹൈഡ്രേഷൻ ഓയിലി സ്കിൻകാർക്ക് ഹ്യൂമിഡ് കണ്ടീഷനിലോട്ട് വരുമ്പോൾ. പക്ഷെ നിങ്ങൾ ഡ്രൈ കണ്ടീഷനിലോട്ട് വരുമ്പോൾ ഓയിലി സ്കിൻകാർ മോർണിംഗിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഡ്രൈ ക്ലൈമറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ മോയ്സ്ചറൈസർ വലിയും. അത് കാരണം നമ്മുടെ ഓയിലി ആണെങ്കിൽ പോലും നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് ഫീൽ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈഡ്രേറ്റിംഗ് ടോണർ, ഒരു ജെൽ മോയ്സ്ചറൈസർ, പിന്നെ നമ്മളൊരു സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിലോ, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹ്യൂമിഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് മിസ്റ്റോ അതല്ലെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസർ ഒരു ജെൽ ടൈപ്പോ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസറോ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക മോർണിംഗിൽ. അതല്ല നിങ്ങളൊരു ഡ്രൈ ടൈപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാബ് എനിത്തിങ് ദാറ്റ് ക്യാൻ ഹൈഡ്രേറ്റ്. പക്ഷെ പക്ഷേ പറയില്ല, ആ പക്ഷേ റീസൺ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യണ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ഫേഷ്യൽ മിസ്റ്റോ എന്തെങ്കിലും എടുക്കുക, പിന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് സിറം എടുക്കുക, അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, ദെൻ നിങ്ങളുടെ സൺസ്ക്രീൻ. ഇത്രയും എടുക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഡ്രൈ കണ്ടീഷനും കൂടെ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് വലിയാൻ തുടങ്ങും, പീൽ ചെയ്തിട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ മാറാനായിട്ടാണ് ഇത്ര ഹൈഡ്രേറ്റിംഗ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ നൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലൈമറ്റ് ഏതും ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി ഹൈഡ്രേഷൻ വേണം. അതുകൊണ്ട് ഒരിക്കലും നൈറ്റിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഒന്നാമത്തെ റീസൺ, ഓയിലി സ്കിൻ ആണെങ്കിലും നമ്മുടെ ഏത് സ്കിൻ ആണെങ്കിലും നമ്മൾ നൈറ്റിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ ഓയിലി സ്കിൻകാർ ഹ്യൂമിഡ് കണ്ടീഷനിലാണെങ്കിലും നൈറ്റിൽ ഒരു ജെൽ പേസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളൊരു ഡ്രൈ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഓയിലി സ്കിൻകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലൈമറ്റ് ഡ്രൈ ആണ്, ഞാൻ മോർണിംഗിൽ ചെയ്ത അതേ ആ ഒരു ജെൽ എസൻസോ ടോണറോ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ മോയ്സ്ചറൈസർ. പറ്റുവാണെങ്കിൽ ഒരു നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള സ്ക്വാളിൻ പോലത്തെ ഒരു ഫേഷ്യൽ ഓയിലും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റഡ് സ്ലീപ്പിംഗ് മാസ്കുകളൊക്കെ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഡ്രൈ സ്കിൻകാർ ഹ്യൂമിഡ് കണ്ടീഷനിൽ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേഷ്യൽ ഓയിൽ, സ്ക്വാളിൻ ഫേഷ്യൽ ഓയിലോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വാസ്ലീനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു ഫേഷ്യൽ സ്ലീപ്പിംഗ് മാസ്കോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കുക. അപ്പം ഈ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നതും അതല്ലെങ്കിൽ എക്സ്ട്രീംലി ഓയിലി ആവുന്നതും ഒക്കെ ഈ ഒരു കണ്ടീഷനിൽ കുറച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ചില സമയത്ത് ഡ്രൈ ക്ലൈമറ്റ് വരുമ്പോൾ ഓയിലി സ്കിൻകാർക്ക് ചിലപ്പോൾ സ്കിൻ എക്സീവായിട്ട് ഓയിൽനെസ് ഫീൽ ചെയ്യും. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഡ്രൈ സ്കിന്നാണ് നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യുക, നമ്മുടെ ബോഡി എക്സീവായിട്ട് ഓയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് തടയാനും നമ്മൾ അത്യാവശ്യത്തിന് ജെൽ ഹൈഡ്രേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് സ്കിന്നിന് ആ ഒരു ഓയിൽനെസ് കുറഞ്ഞു കിട്ടും. അപ്പൊ അതാണ് മിസ്റ്റേക്ക് നമ്പർ 1, എൻവയോൺമെന്റിനനുസരിച്ച് സ്കിൻ മോയ്സ്ചറൈസർ ചെയ്യാത്തത്. മിസ്റ്റേക്ക് നമ്പർ 2, ഓവർ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഓവർ മോയ്സ്ചറൈസിങ്. എനിക്കറിയാം, ഇപ്പൊ നിങ്ങളാണ് നേരത്തെ പറഞ്ഞ മോയ്സ്ചറൈസർ ഇപ്പൊ വീണ്ടും എന്താ പറയുന്നത്, ഓവറായിട്ട് ചെയ്യരുത് എന്ന് പറയുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിന്നിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്കിൻ ഹൈഡ്രേഷൻ കൊടുക്കാനാണ്. അതിന് ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് ട്രെൻഡ് കണ്ടിട്ടോ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടോ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ട് എന്നുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ, പണ്ടോട്ട് തന്നെ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം, എന്റെ ഫേവറേറ്റ് ടോണർ എന്ന് പറയുന്നത് നമ്മുടെ ലെനേജിന്റെ ആ ഒരു ടോണറാണ്. ആ ടോണർ 7 times ലെയർ ചെയ്യും ആൾക്കാർ ഹൈഡ്രേഷന് വേണ്ടിയിട്ട്, ഗ്ലോയിനെസ്സിന് വേണ്ടിയിട്ട്. നമ്മൾ ഹൈഡ്രേഷൻ കൊടുത്താലേ സ്കിന്നിന് ഗ്ലോ കിട്ടും എന്നുള്ളത് സത്യം. പക്ഷെ നിങ്ങൾ ആ ഓവർ ഹൈഡ്രേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഗ്ലോ കിട്ടത്തില്ല. സ്കിന്നിന് ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മുടെ സ്കിന്നിന് അത് പറ്റാണ്ടാവുകയും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാനും തുടങ്ങും. കാരണം സ്കിൻ വീണ്ടും ഡ്രൈ ആവും. കാരണം നമ്മുടെ സ്കിൻ വിചാരിക്കുന്നത് ഓക്കെ ഇനഫ് ഹൈഡ്രേഷൻ ഉള്ളൂ, ഇനി ഞാനിത് ഹൈഡ്രേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. 1. 2 വെച്ചാൽ നമ്മൾ നനവ് ഏറ്റവും വലിയ
ബാക്ടീരിയക്ക് വളരാനുള്ള സ്ഥലമാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗൽ ആക്നീസ് വരാനും അത് മാത്രമല്ല ഫംഗൽ ഇറിറ്റേഷൻസ് വരാനും, മറ്റേ ക്ലോസ്ഡ് കോമ്പൗണ്ട് കണക്കത്തെ ആക്നെ മാത്രമല്ല ഈ പാച്ച് ആയിട്ട് നമ്മൾ ഡാൻഡ്രഫ് കണക്കത്തെ പാച്ചസ് ടൈപ്പ് ആക്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഫേസിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ചൂട് വരുമ്പോൾ നമുക്ക് ഈ കാൻഡിഡ് ഒക്കെ നമ്മൾ ഇടത്തില്ലേ, ഒരു ചൊറിച്ചിൽ വരുമ്പോൾ അത് പോകാനായിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് എക്സാക്ട്ലി അതുപോലത്തെ ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷനും നമ്മുടെ ഫേസിൽ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ ഫംഗസ് അങ്ങനെ ഇടുങ്ങിയ സ്ഥലത്തേ വരുള്ളൂ എന്നൊന്നുമില്ല. എവിടെയാണോ അനാവശ്യമായിട്ട് ഹൈഡ്രേഷൻ നിൽക്കുന്നത് അവിടെ ഡെഫിനറ്റ്ലി ഫംഗസ് വരും. അപ്പൊ ഓവർ ഹൈഡ്രേറ്റ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് റീസൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഓവറായിട്ട് എല്ലാ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സും എല്ലാ ഹൈഡ്രേറ്റിംഗ് സിറംസും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ടോണർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എസൻസ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു സെറം, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് പോകാനാണോ ആന്റി ഏജിങ്ങിനാണോ അതിലൊരു സെറം യൂസ് ചെയ്യാം. അതല്ലാണ്ട് അനാവശ്യമായിട്ട് കുറേ ടോണേഴ്സ് തന്നെ ലെയർ ചെയ്യാനും, ലേനേജിന്റെ ടോണർ, അത് കഴിഞ്ഞ് നമ്മുടെ പ്ലമ്മിൻ ഇന്ത്യൻ മാർക്കറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ പ്ലമ്മിന്റെ ഒരു ടോണർ, അത് കഴിഞ്ഞിട്ട് ജപ്പാനിന്റെ എന്താണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഒരു ടോണർ തൊട്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾക്ക് അനുസരിച്ച് ടോണേഴ്സും എസൻസും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓരോന്നും മതി. അതും ചില സമയങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, എനിക്കിന്ന് ടോണർ യൂസ് ചെയ്യണം എന്ന എസൻസ് ചിലപ്പോൾ വേണ്ടാതാവും. അപ്പൊ എസൻസ് വേണ്ട, നമ്മുടെ ഹൈഡ്രേറ്റിംഗ് സെറം യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ 10 സ്റ്റെപ്പ് റൊട്ടീൻ 20 സ്റ്റെപ്പ് റൊട്ടീൻ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ഓവർ ആക്കരുത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് അണ്ടർ ഹൈഡ്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇനഫ് ഹൈഡ്രേഷൻ ചെയ്യാത്തത്. ഇപ്പൊ നിങ്ങൾ പറയും നേരത്തെ പറഞ്ഞു എൻവയോൺമെന്റ് അനുസരിച്ച് ഹൈഡ്രേറ്റ് ചെയ്യണം, അതിന് ശേഷം പറഞ്ഞ് നിങ്ങൾ ഇത് ഓവർ ഹൈഡ്രേറ്റ് ചെയ്യരുത്. ഇപ്പൊ പറയുന്നു കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യരുത്. അതായത് ഇത് ഞാൻ പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചു. നിങ്ങളത് ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മോയ്സ്ചറൈസർ അങ്ങ് സ്കിപ്പ് ചെയ്യും. അത് നല്ലതാണോ? അല്ല. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കേരള ഇന്ത്യയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓയിലി സ്കിന്നാണ്, നമ്മൾ രാവിലെ മുഖം കഴുകിയിട്ടും ഇറങ്ങിപ്പോകും. പക്ഷെ റീസെന്റ് കുറച്ച് രീതിയിൽ ചേഞ്ച് ആയതെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ മാർക്കറ്റിംഗിലോട്ട് വന്നപ്പോൾ സൺസ്ക്രീൻ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ എങ്കിലും യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ വിയർക്കുന്നതായിട്ട് തോന്നും, കറക്കുന്നതായിട്ട് തോന്നും, എസ്പെഷ്യലി ഓയിലി സ്കിൻകാർക്ക്, അതല്ലെങ്കിൽ കുറച്ച് ഓയിലി ഡാർക്ക് ടോൺ സ്കിൻ ഉള്ള ആൾക്കാർക്ക്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ചിലപ്പോൾ തിക്ക് ആയിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ കെമിക്കൽ ബേസ്ഡ് ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും. ഇപ്പൊ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചൂടെടുത്തിട്ട് അത് വിയർക്കാൻ തുടങ്ങും. ആ ഒരു ഇറിറ്റേഷൻ കാരണം, ഹെവിനെസ് കാരണം നമ്മൾ ഓയിലി സ്കിൻകാർ എന്ത് ചെയ്യും, സൺസ്ക്രീനോടും കൂടെ ടാറ്റാ ബൈ ബൈ പറയും. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അപ്പൊ ഉള്ള ഹൈഡ്രേഷൻ കൊടുക്കുന്ന സൺസ്ക്രീൻ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫേസ് മോയ്സ്ചറൈസർ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇറങ്ങിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഫെയർ ആൻഡ് ലവ്ലിയോ അങ്ങനെ എന്തെങ്കിലും ഗ്ലോ ആൻഡ് ലവ്ലിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒരു ടീ സൈസ് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് പോകും. അതും കറക്റ്റ് ഡ്രൈ സ്കിന്നിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്ത് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ആ ഒരു ഒറ്റ വെള്ളം പോലും ഇല്ലാതിരിക്കുന്ന സ്കിന്നിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഓയിലി സ്കിൻ കാര്യം, ഒന്ന് നിങ്ങൾ ഫേസ് വാഷ് മിനിമം 2 നേരമായിട്ട് കുറയ്ക്കാം. അടുത്തത് എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള നോൺ കോമിഡോജെനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ. കാര്യം എന്തെന്ന് വെച്ചാൽ നോൺ കോമിഡോജെനിക് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓയിലി സ്കിൻകാർക്ക് പോർ അപ്പിയറൻസ് കൂടുതലായിട്ട് പോസ് ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ലൈറ്റ് വെയ്റ്റഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുക. മോർണിംഗിൽ നിങ്ങൾ ഹ്യൂമിഡ് സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ വെച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് നടത്താം. അതല്ല, പക്ഷെ നൈറ്റിലോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നൈറ്റ് ടൈമിലാണ് നമ്മുടെ സ്കിൻ വർക്ക് ചെയ്യുന്നത്, റീജുവനേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ നൈറ്റിലാണ് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുന്നത്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസിങ് സാധനം എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവാൻ തുടങ്ങും. ഈ ഡ്രൈനെസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കിൻ വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ കൂടും. രാവിലെ എണീച്ച് കണ്ണാടിയിലിട്ട് നോക്കുമ്പോൾ നല്ല നേരെ എണ്ണ കൊഴാന്നിരിക്കും. അപ്പൊ വിചാരിക്കും മോയ്സ്ചറൈസർ പോലും ഇടാതിരുന്നിട്ട് എന്റെ ഫേസിൽ എന്താ കൊഴാന്ന്. മോയ്സ്ചറൈസർ ഇടാത്തതുകൊണ്ടാണ് ആ കൊഴ വരുന്നത്. അപ്പൊ നൈറ്റിൽ കിടക്കുമ്പോൾ ഓയിലി സ്കിൻകാർ അറ്റ്ലീസ്റ്റ് ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഡാം സ്കിന്നിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോണറോ എസൻസോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർ ഹൈഡ്രേഷൻസ് ഓയിലി സ്കിൻകാർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ മോയ്സ്ചറൈസിങ് മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ
ഫേസിലെല്ലാം അപ്ലൈ നല്ല കുട്ടികളായിട്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ നെക്കും ജസ്റ്റ് മറന്നു പോകും. ഇത് നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നെക്കിൽ പെട്ടെന്ന് നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരുന്ന ഒരു സ്ഥലം കൂടെയാണ്. കാരണം നമ്മൾ എപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ തൊട്ട് ഏത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇട്ടാലും നിങ്ങളുടെ ഫേസിനെയും നെക്കിനെയും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കാരണം നമ്മുടെ ഫേസ് എത്രത്തോളം സൺ എക്സ്പോഷർ കൊടുക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് എക്സ്പോഷർ വരുന്ന സാധനമാണ് ഫേസും നെക്കും. അതും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ ഇടുന്നത്, ഏത് സൺസ്ക്രീൻ ആണോ നിങ്ങൾ യൂസ് ചെയ്തത്, ഏത് ടോണർ, ഏത് എസൻസ്, ഏത് സിറം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫേസും നെക്കും മിസ് ചെയ്യാതിരിക്കുക. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക് മോയ്സ്ചറൈസറിനെയും ആക്റ്റീവ് മോയ്സ്ചറൈസറിനെയും കൂടെ തമ്മിൽ തെറ്റിദ്ധരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നോക്കിയാൽ നൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് കാണും, അല്ലെങ്കിൽ നൈറ്റ് ജെൽ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതൊരു മോയ്സ്ചറൈസർ ആയിട്ട് എടുക്കും. സംഭവിക്കുന്നത് ഏതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവുന്ന ആക്റ്റീവ്സ് ആയിരിക്കും. അതായത് ചിലപ്പോൾ റെറ്റിനോൾ ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ സാലിസിലിക് ആസിഡ് ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ കോജിക് ആസിഡ് ആയിരിക്കും, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡും കോജിക് ആസിഡും ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ റെറ്റിനോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ വിറ്റാമിൻ സി ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് എത്തത്തില്ല. കാരണം ആക്റ്റീവ്സിനോട്ടായിരിക്കും അവർ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പം ചിലപ്പോൾ ഓയിലി സ്കിൻകാർക്കായിരിക്കും നമ്പർ ഓഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ സി മോയ്സ്ചറൈസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഓയിലി എന്തെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് അതൊന്ന് ടോപ്പപ്പ് ചെയ്യാം. സ്കാലിൻ ഓയിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് ടോപ്പപ്പ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്തു എന്ന് വെച്ചു. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അറിയാം ഹൈഡ്രേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. പക്ഷെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ റെറ്റിനോൾ ബേസ് ചെയ്തിട്ട് ഒരു നൈറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ മാസ്ക് കൊണ്ട് ഇനഫ് ഹൈഡ്രേഷൻ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്ത് ആക്റ്റീവ്സ് യൂസ് ചെയ്താലും മസ്റ്റായിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ്സ് അടങ്ങിയ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഫൈൻ, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ബേസിക് മോയ്സ്ചറൈസറും കൂടെ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല നിങ്ങളത് ഒരു നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ്സ് സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതല്ല നിങ്ങളത് ഓയിലി ആണ്, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്ന സിറംസ് ഒന്നും വേണ്ട, നിങ്ങൾ 2-3 ആക്റ്റീവ്സ് നിയാസിനമൈഡ് വിറ്റാമിൻ സി ഒക്കെ ഒരുമിച്ചടങ്ങിയ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഓയിലോ അല്ലെങ്കിൽ ഒരു ബേസിക് മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ ആക്റ്റീവ്സ് അടങ്ങിയ മോയ്സ്ചറൈസേഴ്സിൽ ചിലപ്പോൾ സ്കിൻ ഡ്രൈയിങ് ഏജൻസ് കാണും. ഒരുപാട് പേര് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബ്രാൻഡിന്റെ നൈറ്റ് മോയ്സ്ചറൈസർ പ്രത്യേകിച്ച് വരുന്നത് 2% കോജിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ അവർ 2% കോജിക് ആസിഡ് ആണ്, യു ക്യാൻ യൂസ് അറ്റ് നൈറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാവരും നൈറ്റിൽ വാങ്ങിച്ച് യൂസ് ചെയ്തു. പക്ഷെ ഒരുപാട് പേര് എനിക്ക് ഡി എമ്മിൽ പറഞ്ഞു, ചേച്ചി ഞാൻ തുടങ്ങിയ സമയത്തായിരുന്നു കേട്ടോ അത്, ഡി എമ്മിൽ വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി എൻ്റെ മുഖത്ത് ഒരുപാട് മോക്കുരി വരുന്നു, ഞാൻ ആ കൂടി യൂസ് ചെയ്ത ഈ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു 2% കോജിക് ആസിഡ് മോയ്സ്ചറൈസർ ആണ്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ ആ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസിലോട്ട് അധികം പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസിലോട്ട് എല്ലാ കമ്പനികളുടെ നമ്മൾ എല്ലാത്തിലും എത്തത്തില്ല, എല്ലാത്തിലും എത്തുന്നത് ചിലപ്പോൾ ആർക്കെങ്കിലും റെക്കമെൻഡേഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു ബ്രാൻഡിനെ പറ്റി ചോദിക്കുമ്പോഴാണ്. ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യാത്തൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് എനിക്ക് അതിന് ഇൻഗ്രീഡിയൻസിനെ പറ്റി വലിയ അറിവില്ലായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ പോയി ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് വെക്കും. സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള അക്വ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അവർ യൂസ് ചെയ്തിരുന്ന ഇൻഗ്രീഡിയൻറ്റ് സാലിസിലിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ സാലിസിലിക് ആസിഡ് പ്രത്യേകം എപ്പോഴും പറയുന്ന ഓയിലി സ്കിൻകാർക്കാണ്. കാരണം സ്കിൻ ഡ്രൈയിങ് ആണ്. മാത്രമല്ല അതിനകത്ത് 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. 2% സാലിസിലിക് ആസിഡ് അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ ഡെയിലി നൈറ്റിൽ ഒരു ഡ്രൈ സ്കിൻകാരോ പോട്ടെ ഓയിലി സ്കിൻകാരോ ഇതുവരെ സ്കിൻ കെയർ ഒന്നും സാലിസിലിക് ആസിഡ് സ്കിന്നിൽ പോലും അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി മോക്കുരു വരും. അത് മാത്രമല്ല നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകും, സ്കിൻ ബാറ്ററി ഡാമേജ് ആകും. എന്താ റീസൺ എന്ന് പോലും അറിയണം. നമ്മൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് എന്താ റീസൺ എന്ന് അറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് പറയുന്നത്. നിങ്ങളൊരു ആക്റ്റീവ് അടങ്ങിയ മോയ്സ്ചറൈസർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് മസ്റ്റ് ആയിട്ടൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ബേസ് അത് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാൻ താല്പര്യം കിട്ടും. പക്ഷെ എന്തെങ്കിലും സ്കിൻ ഡ്രൈയിങ് ഏജന്റ് അതിനകത്ത് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആക്റ്റീവ്സ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് മോയ്സ്ചറൈസറും കൂടെ ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ 2% സാലിസിലിക് ആസിഡ് ഒന്നും ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യാതിരിക്കുക. റെറ്റിനോൾസ് ആണെങ്കിൽ പോലും ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്ത് ആഴ്ച 2-3 തവണ തന്നെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെപ്റ്റൈഡ് മോയിസ്ചറൈസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, പിന്നെ അതിലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഏതെങ്കിലും ഒരു പെപ്റ്റൈഡ് മോയിസ്ചറൈസറോ അതല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിറം പെപ്റ്റൈഡ് സിറം ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ആന്റി ഏജിങ് ബെനിഫിറ്റും കൂടെ കിട്ടും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 മിസ്റ്റേക്കുകൾ 5 ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേയുടെ Q&A തീർക്കാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.